ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനെ അതാ നമ്മൾ രാവിലെ സുബഹി നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചായൻ്റെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. പിന്നെ ഞാൻ 3 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തത്. പിന്നെ 1 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പച്ചവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. പിന്നെ ഞാൻ വെള്ളത്തിലാണ് ഉപ്പിട്ട് കൊടുത്ത്. ചിലവരൊക്കെ പൊടിയിൽ ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ടതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ മാവ് കുഴക്കണതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ചായ തളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പൊടി ഇട്ട് കൊടുത്ത് കണ്ടൊന്ന് അടച്ചു വെച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ മാവൊക്കെ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോന്ന് ബോൾസുകളാക്കി എടുക്കണം. അത് ഞാൻ മുഴുവനായിട്ട് ബോൾസുകളാക്കി എടുത്തുകണ്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം പത്തിരിപ്പാലിൻ്റെ അടിയിൽ ഒരു പഴയ ടീഷർട്ട് നനച്ചുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്താണ് കേട്ടോ, പലക നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അങ്ങനത്തെ ഞാൻ മുഴുവനായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അങ്ങനത്തെ നമ്മൾ ചപ്പാത്തിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചപ്പാത്തി ചൂടലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് കറി ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് കിഴങ്ങും കറിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിപ്പം സോബിമോൾ മദ്രസയിലൊക്കെ പോയി, പുതിയാപ്പിളക്കാക്ക പണിക്കും പോയി. ഇപ്പോൾ ഇനി ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇനി കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ വെണ്ടക്ക പൊരിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ വെണ്ടക്കയും കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ട് കറി വെക്കണ കണ്ടപ്പോൾ തന്നെ സോബിമോൾ പറയുന്നുണ്ട് നാളെ സ്കൂൾക്ക് വെണ്ടക്ക പൊരിച്ച് തരണം കേട്ടോ എന്ന്. അങ്ങനെ നമ്മൾ വെണ്ടക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെണ്ടക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്താണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് കുറച്ചിടണുള്ളൂ കേട്ടോ, കുട്ടികൾക്കായതുകൊണ്ട് തന്നെ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആ ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് കോരി മാറ്റിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതവിടെ പൊരിച്ചാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മൾ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോഴത്തേക്കും ഇതാ നമ്മളെ വെണ്ടക്ക പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിക്ക് മുട്ടത്തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മുട്ടപ്പേരി എന്നൊക്കെ പറയും. അതിനിതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച വല്ലുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ അതായിരുന്നു ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുണ്ട്. കുറച്ച് സമയം അവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ആണ സമയം കൊണ്ട് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്തെടുക്കുക. അത് മുട്ട 4 മുട്ട കേട്ടോ ഞാനെടുത്തത്. അതൊക്കെ പൊട്ടിച്ച് വെച്ച് ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ വല്ലുള്ളിയും ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതാട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത മുട്ടയും കൂടെ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അങ്ങനെ നമ്മൾ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴുകി വെച്ച് അപ്പോഴൊക്കെ നമ്മൾ ചോറും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടെ ഒന്ന് ഊറ്റിയെടുക്കണം. അങ്ങനെ നമ്മളവിടെ ചോറും മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി എടുക്കാനാണ് ഇതിൻ്റെ അടുത്ത പരിപാടി. സ്കൂളിലെ ദിവസം രാവിലെ ആകപ്പാടെ ഒരു തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ തന്നെ. 9:30 ആകുമ്പോഴേക്കും എല്ലാം ഇവിടെ റെഡിയായി എടുക്കണം. അങ്ങനെ അതവിടെ എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ റിജുട്ടനെ പോയി കുളിപ്പിച്ച് വന്നിട്ട് ഇപ്പോൾ ഇതാ മാറ്റി കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഇത് അവൻ്റെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത് അവൻ കയറി പോവുകയാണ്. അങ്ങനെ അതാ മക്കളെല്ലാവരും പോക്കും കഴിഞ്ഞ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയത് വത്തൽ മീനാണ്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മസാല തേച്ചേക്കട്ടെ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.25 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് കുറച്ച് സമയം അടച്ച് മാറ്റി വെക്കും. ഇനിയിപ്പോൾ അതാന്ന് കറി ഉണ്ടാക്കുന്നത് മുരിങ്ങ കേട്ടോ. മുരിങ്ങ താളിക്കാന്നാണ് കരുതിയത്. എന്നും പച്ചക്കറി ഇട്ടിട്ട് നാളികേരമൊക്കെ അരച്ച് വെക്കണതല്ലേ, അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചാന്ന് കരുതി. പിന്നെ മുരിങ്ങ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. നമ്മളിവിടെ തന്നെ മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ ഒടിച്ചെടുത്തിക്കണേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഊരിയെടുക്കലാണ് ഇപ്പോൾ കുറച്ച് പണി. അങ്ങനെ നമ്മൾ മുരിങ്ങയൊക്കെ അവിടെ ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ട് നന്നായിട്ട് അവിടെ കഴുകി എടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ താളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണ വെച്ച് കൊടുത്തുകൊണ്ട് അതൊക്കെ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തേക്കണ്. ചിലവരൊന്നും മുരിങ്ങ അങ്ങനെ കഴുകൂല കേട്ടോ. എനിക്കെന്താ അറിയില്ല, മുരിങ്ങ കഴുകാതെ താളിക്കാൻ തോന്നൂല. ഞാൻ മുരിങ്ങ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കൽ. അതിൻ്റെ ഇടയിൽ ഇപ്പം 4 പച്ചമുളകും കൂടെ കീറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതവിടെ കടന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുത്ത മുരിങ്ങയും കൂടെ അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നമ്മൾ മുരിങ്ങയൊക്കെ നല്ല വന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഓഫാക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് ഇതാ നമ്മൾ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്.
ഇപ്പോൾ അതാ മീനവിടെ ചട്ടിയിലിട്ടുകൊണ്ട് സിമ്മിലാക്കി വെച്ച് കാണ്ട് ഇപ്പം അകത്തു കൂടെ ഒക്കെ ഒന്ന് അടിച്ചോരിയിരിക്കാൻ എഴുതി വന്നതാണ്. അപ്പോൾ അതാ മേസമ്മ കണ്ടില്ലേ, മക്കൾ കളർ കൊടുത്ത് കാണ്ട് അങ്ങനെ തന്നെ വെച്ച് പോയിക്കാണ്. ഇന്നതാ ജനവാതിൽമ കൂടെ കണ്ടില്ലേ കിച്ചൺ സെറ്റാണ് കേട്ടോ. ഇപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അന്തിക്ക് ഇമ്മയും കുട്ടിയും കളിച്ചതാണ് അതൊക്കെ. അങ്ങനത്തെ അതൊക്കെ മാറ്റി വെച്ച് അകത്തു കൂടെ ഒക്കെ അടിച്ചേരി എടുത്ത് വന്നപ്പോൾ നമ്മളെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അകത്തു കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.